ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാണുന്നത് കോട്ടയം ജില്ലയിലെ നെടുകുന്നം സെൻറ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ഫെറോണ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നടത്തി വരുന്ന പ്രദർശനമാണ്. ജാതിമത ഭേദമന്യേ വിശ്വാസികളെ ഈ തിരുനാൾ കാലത്ത് ഇവിടെ എത്തുകയും ഈ പ്രദർശനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹം നേടാനും തുടർന്ന് നടക്കുന്ന പുഴുക്ക് നേർച്ചയിൽ പങ്കെടുക്കാനുമായി പതിനായിരങ്ങളാണ് ഇവിടെ എത്താറുള്ളത്. തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പ്രദർശനത്തിൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമേറിയ വിശ്വാസികൾ വരെ മുത്തുക്കുടകളെത്തി ഈ പ്രദർശനത്തിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ നേടാനായിട്ട് ഇവിടെ എത്താറുണ്ട്. ഈ പള്ളിയിലെ ആദ്യ വികാരിയായിരുന്ന നെടുങ്ങോത്തച്ഛൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുളങ്ങര എബ്രഹാം കത്തനാരാണ് ആദ്യമായിട്ട് പുഴുക്ക് നേർച്ച തുടങ്ങിയത്. അദ്ദേഹം ഫലമൂലാദികൾ മാത്രം കഴിച്ച് ഒരു താപസനെ പോലെ ജീവിച്ചിരുന്ന അച്ഛനെ ആ കാലത്ത് കാണാനും പ്രാർത്ഥനകൾ നടത്തുവാനുമായിട്ട് നിരവധി വിശ്വാസികളെ എത്തിയിരുന്നു. അച്ഛൻ്റെ അത്ഭുത ബുദ്ധിയുണ്ട്. പല വിശ്വാസികളെ അവരെ രോഗങ്ങൾ മാറാനും അവർക്ക് ആശ്വാസം നേടാനായിട്ട് ആ കാലത്ത് സാധിച്ചു. അവർ സമർപ്പിച്ച പല മൂലാദികളും കാർഷിക വിളകളും അച്ഛൻ ഒരു പുഴുക്കാക്കി തയ്യാറാക്കി പള്ളിയിലെത്തുന്ന എല്ലാ വിശ്വാസികൾക്കും തേക്കിൻ ഇലയിൽ അന്നേകാലം വിളമ്പിയിരുന്നു. ആ ചരിത്രത്തിൻ്റെ ഓർമ്മ പുതുക്കാനായി എല്ലാ വർഷവും വൃശ്ചികം 13 ഈ പുഴുക്ക് നേർച്ച ഇവിടെ നടക്കുന്നു. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം വിശ്വാസികളെ അന്നേ ദിവസം ഇവിടെ എത്തുന്നു. അവർ ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുകയും അതിനുശേഷം നടക്കുന്ന പുഴുക്ക് നേർച്ചയിലും പങ്കെടുത്ത് ഇതിനുശേഷം മാത്രമേ ഇവിടുന്ന് സാധാരണ മടങ്ങാറുള്ളൂ. തിരുനാളിനോടനുബന്ധിച്ച് പള്ളിയുടെ മൈതാനത്ത് ധാരാളം വ്യാപാരികൾ എത്തിയിട്ടുണ്ട്. അതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ചെറിയ അമ്യൂസ്മെൻറ്റ് പാർക്കും ഈ തിരുനാളിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ട്. ഈ വർഷം ഏകദേശം 50,000-ൽ പരം വിശ്വാസികളാണ് പുഴുക്ക് നേർച്ചയിൽ പങ്കെടുത്തത്. ഈ കാണുന്ന ദൃശ്യത്തിൽ നിന്ന് കാണാൻ സാധിക്കും ധാരാളം വിശ്വാസികൾ പുഴുക്ക് നേർച്ചയ്ക്ക് ലഭിക്കുന്നതിനായിട്ട് വേണ്ടി പള്ളിയുടെ തിരുമുറ്റത്ത് ഇരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. പുഴുക്ക് നേർച്ചയിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം 650-ൽ പരം ചൂരൽക്കുട്ടകളിലാണ് ഈ പുഴുക്ക് വിശ്വാസികളിലേക്ക് വിളമ്പുന്നതിനു വേണ്ടി വോളണ്ടിയർമാർ എത്തിക്കുന്നത്. പതിനായിരക്കണക്കിന്
വിശ്വാസികൾ ഈ പുഴുക്ക് നേർച്ചയിൽ പങ്കെടുത്തു. ഇനിയും അടുത്ത വർഷത്തിൻ്റെ തിരുനാളിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ്.